വീണ്ടും ഒരു ദുരഭിമാന കൊല നടന്നിരിക്കുകയാണ്. ദുരഭിമാനത്തിന്റെ പേരിൽ സ്വന്തം മക്കളുടെ പാർട്ട്നേഴ്സിനെ കൊന്നുകളയുന്ന ഒരു പ്രവണത കുറെ നാളുകൾ കൊണ്ട് നമ്മൾ കേൾക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു ജെനറ്റിക്സ് ആണെങ്കിൽ പോലും പാരന്റ്സിനും കുട്ടികൾക്കും മേറ്റിന്റെ ചോയ്സ് വരുമ്പോഴത്തേന്, അതായത് കുട്ടികളുടെ പാർട്ട്ണർ ആരാകണം എന്നൊരു ചോയ്സ് വരുമ്പോഴത്തേന് വ്യത്യാസം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പാരന്റ്സ് നോക്കുന്നത് അവരുടെ സൊസൈറ്റൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ റിലീജിയൻ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. കുട്ടികൾ നോക്കുന്നത് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യം തോന്നുന്ന പാർട്ട്നേഴ്സിനെ ആയിരിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ പാരന്റ്സിന് തന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പാരന്റ്സ് പൊതുവായി യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്സുകളെ പറ്റിയാണ്. ഞാൻ സ്വാതി ചന്ദ്രൻ, ബോധസൈഡിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. കോഴ്ഷൻ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാരന്റ്സ് കുട്ടികളെ ഒരു ബന്ധത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവരോട് പറയും, നീ അയാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ നിന്നെ അടിക്കും, ഞങ്ങൾ മരിച്ചു കളയും. ഇങ്ങനെ ഓരോ തരത്തിലുള്ള പേടിപ്പിക്കലുകൾ, ഭീഷണിപ്പെടുത്തലുകൾ ഇത് ഉപയോഗിച്ച് കുട്ടികളെ ആ ബന്ധത്തിൽ നിന്ന് മാറ്റാൻ നോക്കുക. രണ്ടാമത്തെ ടൈപ്പ് ഹൂം വൺ ഷുഡ് മാരി എന്നുള്ളതാണ്. അതായത് പാരന്റ്സിന് കൃത്യമായിട്ട് അറിയാം കുട്ടികൾ എങ്ങനെയുള്ള ഒരാളെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന്. അപ്പൊ അതുകൊണ്ട് അവരോട് ചോദിക്കും, നീ ഇവളെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്, ഇവളുടെ ജാതി എന്താണ്, ഇവളുടെ കുടുംബം എന്താണ്, ഇവളുടെ ജോലി എന്താണ്, അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ടോ, ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ഈ കുട്ടികളുടെ ഡിസിഷൻ തെറ്റാണ് എന്ന് അവരെ തോന്നിപ്പിക്കും. ഇനി ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധത്തിലാണ് മക്കളെങ്കിൽ അവരുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നല്ല ഭംഗിയുള്ള പയ്യനാണ്, നല്ല ജോലിയുള്ള പെണ്ണാണ്, അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് ഡീറ്റെയിൽസ് പറയും. ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കും. ഉയരം കുറവാണ്, സൗന്ദര്യം കുറവാണ്, ജോലി കുറവാണ്, ജാതി കുറവാണ്, ഇങ്ങനെയൊക്കെ.